നമസ്കാരം. കഴിഞ്ഞ ദിവസം PV അൻവർ അതിശക്തമായ ആരോപണങ്ങളുമായിട്ടാണ് രംഗത്ത് വന്നത്. സർക്കാരിനെയും പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കിക്കൊണ്ടുള്ള ആരോപണങ്ങളായിരുന്നു. പി ശശിക്കും ADGP MR അജിത് കുമാറിനും എതിരായിട്ടായിരുന്നു രംഗത്ത് വന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടു, കാര്യങ്ങൾ ധരിപ്പിച്ചു എന്ന് പറയുന്നു. പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. മാധ്യമങ്ങളോട് പറഞ്ഞ ഉത്തരവൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിക്കുന്ന രീതിയിലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ നേരത്തെ പറഞ്ഞതെല്ലാം ആവിയായി പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും PV അൻവർ എങ്ങോട്ടേക്കായിരിക്കും കാര്യങ്ങളൊക്കെ നീങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ KM ഷാജഹാൻ, PV അൻവർ അടങ്ങുമോ? എനിക്കിതിനകത്ത് തോന്നിയിട്ടുള്ളൊരു കാര്യം, PV അൻവർ അടങ്ങുമോ എന്നുള്ളതിനപ്പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടങ്ങിയോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അപ്പോൾ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം PV അൻവർ യുദ്ധമെല്ലാം അവസാനിപ്പിച്ചു, PV അൻവർ പരാജയപ്പെട്ടു, PV അൻവർ അലിഞ്ഞു പോയോ എന്നാണ് ഏഷ്യാനെറ്റിൽ വിനൂപി ചോദിക്കുന്നത് ഞാൻ കേട്ടത്. PV അൻവറിൻ്റെ പ്രതികരണത്തിൽ നിന്ന് PV അൻവറിന് ഒരു വിധത്തിലുള്ള ഉറപ്പും കിട്ടിയില്ല. ADGP MR അജിത് കുമാറിനെതിരെയൊക്കെ അതിശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് PV അൻവർ ഉന്നയിച്ചിരുന്നതെങ്കിലും അദ്ദേഹത്തിന് സ്ഥാനചലനമൊന്നും ഉണ്ടായില്ല. പി ശശിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുവെങ്കിലും പി ശശിയുടെ കാര്യത്തിലും തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല. സ്വാഭാവികമായും 40 മിനിറ്റ് അവർ തമ്മിൽ സംസാരിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ PV അൻവർ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം രേഖാമൂലം എഴുതി കൊടുത്തെങ്കിലും അത് സംബന്ധിച്ച് PV അൻവറിന് ഒരു ഉറപ്പ് മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ് PV അൻവർ യുദ്ധം അവസാനിപ്പിച്ചു, PV അൻവർ പരാജയപ്പെട്ടു എന്നുള്ള വാദം മാധ്യമങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. തൻ്റെ കൂടെ ആരാണ് ഇനിയുള്ളതെന്ന് ചോദിച്ചപ്പോൾ ദൈവമാണുള്ളത് എന്ന് പറഞ്ഞു. സഖാവ് എന്നുള്ള നിലയിൽ ഞാൻ വേറൊരു സഖാവിന് ഇത് കൊടുക്കുകയാണ്, എൻ്റെ ജോലി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇറങ്ങിപ്പോയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ PV അൻവർ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു ഉറപ്പും PV അൻവറിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായും PV അൻവർ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നതിലും വലിയ തെറ്റുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ഈ വിഷയം മൊത്തത്തിലെടുത്തൊന്ന് വിശകലനം ചെയ്താൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? കഴിഞ്ഞ 4-5 ദിവസക്കാലമായി PV അൻവർ MR അജിത് കുമാറിനെതിരെയും അതിലുപരി പി ശശിക്കെതിരെയും അതുപോലെ തന്നെ മലപ്പുറത്ത് നേരത്തെ SP ആയിരിക്കുകയും ഇപ്പോൾ പത്തനംതിട്ടയിൽ വന്നിട്ട് അവിടെ നിന്ന് സസ്പെൻഷനിൽ പോവുകയും ചെയ്ത സുജിത് ദാസിനെതിരെയും ഒക്കെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരുന്നത്. ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ഇയാൾ സ്വർണം പൊട്ടിക്കൽ സംഘത്തിൻ്റെ ആളാണെന്നും കൊലപാതകം പോലും നടത്താൻ മടിയില്ലാത്ത ആളാണെന്നും അയാളുടെ ഭാര്യ സഹോദരന്മാരും ഒക്കെ തന്നെ കോടികളുടെ അഴിമതി നടത്തുന്നവരാണെന്നും ഒക്കെ നിരന്തരം കഴിഞ്ഞ 3-4 ദിവസമായി PV അൻവർ പത്രസമ്മേളനങ്ങളിലൂടെ നമ്മളോട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊന്നും പൊതുസമൂഹത്തിൽ ഇതുവരെ നിഷേധിക്കപ്പെട്ടിട്ടുമില്ല. ഒരാൾക്കെതിരെ പറഞ്ഞ കാര്യങ്ങളും നിഷേധിക്കപ്പെട്ടില്ല. അതിൽ ഷാജൻ സ്ക്രൈക്കെതിരെ പരാമർശങ്ങളുണ്ടായിരുന്നു, അതിൽ VD സതീശനെതിരെ പരാമർശങ്ങളുണ്ടായിരുന്നു. KC വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവിനെതിരെ വലിയ ഞെട്ടിക്കുന്ന ആരോപണങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇയാളും ADGP MR അജിത് കുമാറും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ സോളാർ കേസ് അട്ടിമറിച്ചതെന്നും സോളാർ കേസിൽ സോളാർ പരാതിക്കാരിയെ KC വേണുഗോപാലിന് വേണ്ടി ഇയാൾ സ്വാധീനിച്ചെന്നും ഇയാൾ സോളാർ പരാതിക്കാരിയെ സ്വാധീനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പല ചോദ്യങ്ങൾക്കും ഓർമ്മയില്ല എന്ന് മറുപടി നൽകിയതെന്നും KC വേണുഗോപാൽ മാത്രമല്ല മറ്റു കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ തന്നെ അതിനകത്ത് രക്ഷപ്പെട്ടു പോകാൻ കാരണം MR അജിത് കുമാർ സോളാർ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ബ്രെയിൻ വാഷിംഗ് ആണെന്നുമൊക്കെ ഉള്ള ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ ആരോപണങ്ങളൊന്നും തന്നെ ഒരു ആരോപണം പോലും പൊതുമണ്ഡലത്തിൽ നിന്ന് എതിർക്കപ്പെടുകയുണ്ടായില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. എന്നാൽ
ഒറ്റ നോട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ PV അൻവറിന് ഒരു ഉറപ്പും മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അൻവർ ഈ പോരാട്ടത്തിൽ പരാജയപ്പെട്ടു എന്ന് പൊതുവിൽ ഒരു വിലയിരുത്തൽ നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ കുറച്ച് ആഴത്തിൽ പരിശോധിച്ച് നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? 2-ാം തീയതി കേരള പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് വെച്ച് ചേർന്നിരുന്നു. ആ പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന യോഗത്തിൽ വെച്ച് വൈകിട്ട് കേരള മുഖ്യമന്ത്രി ഒരു പരസ്യ പ്രഖ്യാപനം നടത്തി. ആ പരസ്യ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഒരു അന്വേഷണം ഏർപ്പെടുത്താൻ പോകുന്നു എന്നുള്ളതാണ്. അതായിരുന്നു പരസ്യ പ്രഖ്യാപനം. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ഇതുപോലൊരു അന്വേഷണം ഏർപ്പെടുത്താൻ പോകുന്ന കാര്യങ്ങളൊന്നും പരസ്യ പ്രഖ്യാപനത്തിലൂടെ പറയാറില്ല, ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അത്യസാധാരണമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി അവിടെ നടത്തിയത്. എന്താ മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനം? അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ചില ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെക്കുറിച്ച് പോലീസിൽ ഉന്നത റാങ്കിലിരിക്കുന്നയാൾ തന്നെ അന്വേഷിക്കുന്ന നിലയാണ് എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ MR അജിത് കുമാറിനെ കുറിച്ച് അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു. അതിൽ പോലീസിൽ ഉന്നതമായിട്ടുള്ള റാങ്കിലുള്ള ഒരാൾ അന്വേഷിക്കുന്നുണ്ട്, DGP അന്വേഷിക്കുന്നതന്നെയാണ് അതിൻ്റെ അർത്ഥം. തുടർന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? സേനയിൽ അച്ചടക്കം വളരെ പ്രധാനമാണ്. ഒരാൾ ചെയ്യുന്ന കാര്യം കൊണ്ട് സേനയ്ക്ക് മൊത്തമായി അപമാനം ഉണ്ടാവാൻ പാടില്ല. ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളെ സേനയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞാൽ അത് MR അജിത് കുമാറിനെതിരെ നേരിട്ടുള്ള ഒരു കുത്താണ്. ഒരാളുടെ പ്രവർത്തനം കൊണ്ട് സേനയ്ക്ക് മൊത്തം അവമതിപ്പ് ഉണ്ടാകുമ്പോൾ ആ ഒരാൾ അജിത് കുമാറാണെന്നുള്ള ഉറപ്പാണല്ലോ. കാരണം അജിത് കുമാറിനെതിരെയാണ് പ്രധാനമായിട്ട് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അതുപോലുള്ള പുഴുക്കുത്തുകളെ ഒഴിവാക്കും. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു, ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് കാണുമ്പോൾ എന്നാൽ തനിക്കും അങ്ങനെയൊക്കെ ചെയ്തേക്കാമെന്നൊക്കെ ചിലർക്ക് തോന്നുന്നുണ്ടാവും. സേനയുടെ അച്ചടക്കം വളരെ പ്രധാനമാണ്. ഇങ്ങനെ ചെയ്യുന്നവർക്ക് അവരുടെ അതിൻ്റെ അനുഭവം തിക്തമായിരിക്കും എന്നും മുഖ്യമന്ത്രിയോട് പറഞ്ഞു. അപ്പോൾ വളരെ കൃത്യമായി ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് DGP അന്വേഷിക്കും. ADGP അജിത് കുമാറിനെ തൊട്ടരികത്തിരുത്തിക്കൊണ്ടാണ് ഇതുപോലുള്ള പുഴുക്കുത്തുകളെ സേനയിൽ നിന്ന് ഒഴിവാക്കും എന്ന് പറഞ്ഞത്. സേനയിൽ അച്ചടക്കം വളരെ പ്രധാനമാണെന്നും അതിനെതിരായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് തിക്താനുഭവം ഉണ്ടാകും എന്നും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ 2-ാം തീയതി വൈകിട്ട് കോട്ടയത്ത് വെച്ച് നടന്ന പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപനത്തിൽ പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. പരസ്യമായി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കേരളത്തിലെ പൊതുജനങ്ങൾ മുഴുവൻ കേട്ടതാണ്. എന്നാൽ പിന്നീടുണ്ടായത് എന്താണ് വിജയം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 2-ാം തീയതി രാത്രി ഒന്നും സംഭവിച്ചില്ല. പക്ഷേ മാധ്യമങ്ങൾ എന്താ പറഞ്ഞത്? മാധ്യമങ്ങൾ പറഞ്ഞു മുഖ്യമന്ത്രി അജിത് കുമാറിനെ വേദിയിലിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി അജിത് കുമാറിനെ കൈവിട്ടു എന്ന് പറഞ്ഞു. ലോ ആൻഡ് ഓർഡറിൽ നിന്ന് ഇയാളെ മാറ്റി എന്ന് പറഞ്ഞു. പകരം H. വെങ്കടേഷിൻ്റെയും ബൽറാം കുമാർ ഉപാധ്യായയുടെയും പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു. DGP അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എത്രയോ പ്രഖ്യാപനങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളെ തുടർന്ന് മാധ്യമങ്ങൾ നടത്തി. അത് സ്വാഭാവികമാണ്. കാരണം മുഖ്യമന്ത്രി പരസ്യമായി വേദിയിൽ വെച്ച് പറഞ്ഞതാണ്. അതെല്ലാം വെറുതെ ആയി പോവുകയും ചെയ്തു. അല്ല, പോയിൻ്റ് അതല്ല. പോയിൻ്റ് അതെല്ലാം നടത്തിയെങ്കിലും പിന്നീട് ഒന്നുമേ സംഭവിച്ചില്ല. മനസ്സിലായില്ലേ? പിന്നീട് ഒന്നും സംഭവിച്ചില്ല. ആ പടം നടന്ന് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. നടന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ADGP റാങ്കിന് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് ഒരു അന്വേഷണ കമ്മീഷൻ. അതിന് യാതൊരു പ്രസക്തിയില്ല. കാരണം ADGPയുടെ റാങ്കിന് താഴെയുള്ളവരാണ്. പ്രഖ്യാപനം എന്താണ്? DGP അന്വേഷിക്കുന്നായിരുന്നു. അപ്പം നമ്മളിതിനകത്ത് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ? ഈ വിഷയത്തിൽ DGPയെ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തുമെന്ന് പരസ്യമായി പ്രഖ്യാപനം നടത്തിയ പിണറായി വിജയൻ അല്ലേ യഥാർത്ഥത്തിൽ പുറകോട്ട് പോയത്? ഇപ്പം അൻവർ പുറകോട്ട് പോയി എന്ന് നമുക്ക് പറയാം, ഭാഗത്തിന് വേണ്ടി അംഗീകരിക്കാം, അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പരസ്യമായി അന്വേഷണം പ്രഖ്യാപിച്ച പിണറായി വിജയൻ അന്വേഷണം വേണ്ടെന്ന് വെച്ച് എവിടെ പോയി എന്നുള്ളതല്ലേ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കാരണം അയാൾ പരസ്യമായി പറഞ്ഞതല്ലേ, അയാൾ ഉത്തരവിറക്കമൊന്നും ചെയ്തതല്ല. അയാളുടെ ഓഫീസ് മുറിയിൽ നിന്ന് മീറ്റിംഗ് തീരുമാനിച്ചതല്ല, പരസ്യമായി പറഞ്ഞാണ് DGP കൊണ്ട് അന്വേഷിക്കുമ്പോൾ ഇയാൾ പുഴുക്കുത്താണ്, ഇയാൾ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തിക്തഫലം അനുഭവിക്കുമെന്ന് അയാളെ വേദിയിലിരുത്തി പറഞ്ഞതാണ് മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി അതിൽ നിന്ന് ഒളിച്ചോടുകയല്ലേ ചെയ്തത് എന്നുള്ളതല്ലേ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അവിടെയാണ് ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ആ വിവരം സംബന്ധിച്ച് എനിക്ക് കിട്ടിയിട്ടുള്ളത് വിവരം എന്താണെന്ന് ചോദിച്ചാൽ, പല ഫോൺ സംഭാഷണങ്ങളും പല ഓഡിയോ ഫയലുകളും ഈ MR അജിത് കുമാർ പിണറായി വിജയൻ്റെ ശ്രദ്ധയിൽ 2-ാം തീയതി രാത്രി പെടുത്തി എന്നാണ്. അത് മുഖ്യമന്ത്രിയുടെ ഭാര്യയുടേതാവാം, അല്ലെ മകളുടേതാവാം, അതൊക്കെ സംബന്ധിച്ച് വിവരം എനിക്കുണ്ട്, ഞാൻ പുറത്ത് പറയുന്നില്ല. പക്ഷേ
മുഖ്യമന്ത്രിയുമായി അടുത്തു നിൽക്കുന്നവരുടെ ചില ഫോൺ സംഭാഷണങ്ങൾ ADGP MR അജിത് കുമാർ പിണറായി വിജയൻ്റെ ശ്രദ്ധയിൽ 2-ാം തീയതി രാത്രി പെട്ടുവെന്നും അത് കണ്ട പിണറായി വിജയൻ ഭയചകിതനായി എന്നുമാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ADGP അജിത് കുമാർ വ്യാപകമായി ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം 2 ദിവസമായിട്ട് പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഫോൺ ചോർത്തുന്നുണ്ടെന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായും അയാൾ വളരെ വിശദമായിട്ടുള്ള ഫോൺ ചോർത്തൽ അയാൾ നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഉറപ്പാണ്. അത് അയാൾ ചെയ്യുകയും ചെയ്യും. കാരണം എന്താണ്? സ്വാഭാവികമായി അയാൾ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ദൗർബല്യങ്ങൾ അയാൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായി പല നിർണായക ഓഡിയോ ഫയലുകളും ഈ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ 2-ാം തീയതി രാത്രി പെടുത്തിയതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി വാല് ചുരുട്ടിയത് എന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടുന്നത്. അങ്ങനെ ചെയ്തതിനെ തുടർന്നിട്ടാണ് DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം വേണ്ടാന്ന് വെച്ചത്. ADGP അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് പോലും മാറ്റിയിട്ടില്ലെന്നാണ് ഞാൻ കേൾക്കുന്നത്. ഇല്ല, മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ അയാൾക്കെതിരായിട്ടുള്ള അന്വേഷണം അയാളുടെ ജൂനിയർ ആയിട്ടുള്ള ആളുകളെ കൊണ്ടാണ് നടത്തിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ വാല് ചുരുട്ടിയത്, ഭയപ്പെട്ടത്, ഭയവിഹ്വലനായത് മുഖ്യമന്ത്രിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സ്വർണം പൊട്ടിക്കലും സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ADGP അജിത് കുമാറിനുള്ള വളരെ ആഴത്തിലുള്ള പങ്ക് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആഴത്തിലുള്ള പങ്ക്. ആ പങ്കെന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോവും. അതായത് ഈ ദുബായിലെ ഗോൾഡ് ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു മലയാളി കേരളത്തിലേക്ക് അയക്കാൻ സ്വർണം വാങ്ങിയാൽ ആ വാങ്ങുന്ന മലയാളിയുടെ പുറകിൽ പോകുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം ADGP അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ളതാണെന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത്. അതായത് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് അയക്കാൻ ആര് സ്വർണം മേടിച്ചാലും ആ വിവരം ഇയാൾ അറിയും, ഇയാളുടെ സെറ്റുകാരറിയും. അറിഞ്ഞിട്ട് ആ വിവരം ഇവിടെ അറിയിക്കും. ആ വിവരം ഇവിടെ അറിയിച്ച് ഇവിടുത്തെ എയർപോർട്ടിൽ നിന്ന് അത് പിടിക്കപ്പെടാതെ പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോകുന്നതിൽ നിന്ന് ഇവരുടെ പങ്ക് കൊണ്ട് ഇവർ പോകും. ആ നിലയിൽ വഴിയിൽ വെച്ച് പിടിക്കപ്പെടും. ആ നിലയിൽ സുസംഘടിതമായിട്ടുള്ള ഒരു സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തിൻ്റെ തലവനായിരുന്നു ADGP അജിത് കുമാർ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഓഡിയോ ഫയലുകളാണ് PV അൻവർ ഇതിനകം തന്നെ പുറത്തു വിട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്താ? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലാണ് മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ ആരോപണ വിധേയനായിട്ടുള്ളത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഏറ്റവും വലിയ ആരോപണം ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ADGP അജിത് കുമാറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ രണ്ടിനകത്തും വരുന്ന കോമൺ ആയിട്ടുള്ള സംഭവം എന്താണ്? സ്വർണ്ണക്കള്ളക്കടത്താണ്. മനസ്സിലായി? അപ്പോൾ സ്വാഭാവികമായും പിണറായി വിജയൻ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയൊക്കെ കാർമ്മികനായിട്ട് നിന്നതും ADGP അജിത് കുമാറാണോ എന്ന് നമുക്ക് എങ്ങനെ പറയാം? നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പ്രധാനമായിട്ട് വരുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. അല്ല, സ്വർണ്ണക്കള്ളക്കടത്ത് എന്നുള്ളതല്ല, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെയൊക്കെ തന്നെ അതിൽ കൂട്ടുപ്രതി ADGP അജിത് കുമാർ ആയിരിക്കുമോ എന്നുള്ള ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. 2, പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി കേസുകളുടെ ഓഡിയോ ഫയലുകൾ, ഫോൺ സംഭാഷണങ്ങൾ 2-ാം തീയതി രാത്രി ആരോ, അത് അജിത് കുമാറാണോ, അജിത് കുമാർ ആവാം, പിണറായി വിജയൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ 2 വിഷയം ഒന്നുകൂടി പിണറായി വിജയൻ ഊരിയിട്ട് പിണറായി വിജയൻ യഥാർത്ഥത്തിൽ PV അൻവറിനോട് ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അപകടത്തിൽപ്പെടുന്നത് ഞാനായിരിക്കും എന്ന് പറഞ്ഞു എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരാണ് പുറകോട്ട് പോയത്, ആരാണ് തോറ്റത് എന്നൊക്കെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഈ MRൻ്റെ മുമ്പിലും PV അൻവറിൻ്റെ മുൻപിലും പിണറായി തോറ്റുമടങ്ങി. PV അൻവറിൻ്റെ മുന്നിലും ADGP അജിത് കുമാറിൻ്റെ മുന്നിലും പിണറായി ആണ് തോറ്റത് എന്നുള്ളതാണ് നമ്മൾ, തോറ്റുമടങ്ങി എന്നുള്ളതല്ല, പിണറായിയാണ് തോറ്റത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ P ശശിയെ സംബന്ധിച്ചിടത്തോളം P ശശിയെ മാറ്റാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ചാനലുകൾ കൊടുക്കുന്നതൊന്നും എനിക്ക് വിശ്വാസയോഗ്യമായി തോന്നുന്നില്ല. കാരണം അതിന് വ്യക്തമായ മറുപടി PV അൻവർ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞത് നൽകിയാലും ഇല്ലെങ്കിലും P ശശിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം.
പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പി ശശി ആ സ്ഥാനത്ത് നിന്ന് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ തന്നെ ആ സ്ഥാനത്ത് പോകുന്നതിന് തുല്യമാണ്. പിന്നെ അവസാനമായി പറയാനുള്ള ഒരു കാര്യം, ഞാനതൊരു വീഡിയോയിൽ കൂടി പുറത്തു കൊണ്ടുവന്നതായിട്ടുള്ള ഒരു കാര്യം, PV അൻവർ ഈ നീക്കം നടത്തിയത് പാർട്ടി നേതൃത്വത്തിൻ്റെ കൂടെ അറിവോടുകൂടിയാണ് എന്നുള്ള വിവരമാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിലൂടെ ആദ്യമായിട്ട് പുറത്തു കൊണ്ടുവന്നത്. പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടി എന്ന് പറയുമ്പോൾ പിണറായിക്കെതിരെ ഒരു സംഘടിതമായ ശ്രമം പാർട്ടി സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉരുത്തിരിയുന്ന വിഭാഗീയ ധ്രുവീകരണത്തിൻ്റെ പ്രതിഫലനമായിട്ട് വേണം അൻവറിന്റെ ഈ നീക്കത്തെ കാണാൻ എന്നുള്ളതാണ് ഞാൻ പുറത്തു കൊണ്ടുവന്നത്. അതിനോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് ഈ പിന്നെ KT ജലീലിന്റെ അഭിപ്രായവും. അല്ല, അത് ഞാൻ പറഞ്ഞ അതൊക്കെ ഈ പറഞ്ഞ പോലെ സെക്കൻഡറി ആയിട്ട് നമ്മൾ കണ്ടാവും. ഇപ്പോൾ KT ജലീൽ മാത്രമല്ല, മറ്റേ കാരാട്ട് റസാക്ക് അങ്ങനെയുള്ളവരൊക്കെ പ്രതിഭ MLA അൻവറിന് സപ്പോർട്ട് ചെയ്തു. അതെ, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഈ പറഞ്ഞതുപോലെ സെക്കൻഡറി ആയിട്ട് നമ്മൾ കണ്ടാൽ മതി. ബേസിക് ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യം, ഇത് പാർട്ടി സമ്മേളനത്തിൽ ഇതൊരു വിഷയമായി മാറിയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാർട്ടി സമ്മേളനം തുടങ്ങുന്നതിൻ്റെ തലേദിവസമാണ് ഇയാൾ ഈ ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ പിണറായിക്കെതിരെ ഒരു പടയൊരുക്കമുണ്ട് പിണറായിക്കെതിരെ ഒരു പടയൊരുക്കമുണ്ട് എന്ന് പറയാം നമുക്ക്. പക്ഷേ ആത്യന്തികമായി ഇതെല്ലാം സെറ്റിൽ ചെയ്യപ്പെടാനാണ് സാധ്യത. കാരണം കളങ്കിതനായിട്ടുള്ളത് പിണറായി വിജയൻ മാത്രമല്ല, ബാക്കി എല്ലാവരും കളങ്കിതരാണ്. EP ജയരാജൻ കളങ്കിതനല്ലേ? അയാൾക്കെതിരെ എന്തുമാത്രം ആരോപണങ്ങൾ കിടക്കും. MV ഗോവിന്ദനെതിരെ ആരോപണം ഇല്ലേ? MV ഗോവിന്ദൻ്റെ മകൻ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ട്, ശ്യാംജിത്ത് എന്ന് പറഞ്ഞ ആൾക്ക് ബന്ധമുണ്ട് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. വളരെ കാര്യകാരണ സഹിതം MV ഗോവിന്ദനെതിരായിട്ടുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. സ്വാഭാവികമായും പിണറായിക്കെതിരായിട്ടുള്ള ഈ ആരോപണം കടുക്കുമ്പോൾ MV ഗോവിന്ദനെതിരായിട്ടുള്ള ആരോപണം കൂടി വരും. അതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഇവരെല്ലാം കൂടെ ചേർന്ന് മുകളിൽ സെറ്റിൽ ചെയ്യും. പക്ഷേ ഈ സെറ്റിൽമെൻറ്റിൻ്റെയൊക്കെ ആത്യന്തിക പ്രത്യാഘാതം എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന ഈ പാർട്ടി ഇത് അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കും. അതായിരിക്കും ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള പ്രത്യാഘാതം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാം അധോലോകമാണ്. ഇപ്പോൾ ചിലരൊക്കെ ഇപ്പം PV അൻവർ PS അച്യുതാനന്ദനെ പോലെ എന്നൊക്കെ ശുദ്ധ അസംബന്ധമാണ്. PS അച്യുതാനന്ദൻ ഒരു രാഷ്ട്രീയവും പ്രതിജാത്രമുള്ള പരിശുദ്ധമായ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയൊരു മനുഷ്യനാണ്. അൻവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ ഒരു അധോലോകമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അൻവർ എന്ന് പറഞ്ഞ അധോലോകവും പിണറായി എന്ന് പറഞ്ഞ അധോലോകവും MV ഗോവിന്ദൻ എന്ന് പറഞ്ഞ അധോലോകവും EP ജയരാജൻ എന്ന് പറഞ്ഞ അധോലോകവും അതാണ് ഇപ്പോൾ ഉള്ളത്. നാലിലുമുള്ള കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അധോലോകമാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഒരു രാഷ്ട്രീയവും ഒരു പ്രതിശാസ്ത്രവും ഇല്ല. ഇപ്പോൾ അൻവർ തന്നെ ഇതിനകത്തേക്ക് ഇറങ്ങി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? ഷാജൻ ഖരീക്കെതിരായിട്ട് സർക്കാർ അനങ്ങിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഇറങ്ങി. അല്ല, രാഷ്ട്രീയം പ്രതിശാസ്ത്രം കൊണ്ടൊന്നുമല്ല. അയാൾക്കെതിരെ എന്തുമാത്രം ആരോപണങ്ങൾ വേറെ കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് പ്രശ്നമില്ല. പക്ഷേ പിണറായിയെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യവശാൽ ഉണ്ടായിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നു. ആ വിവരങ്ങളെല്ലാം തന്നെ പിണറായി വിജയൻ്റെ നെഞ്ചിലേക്ക് എറിയുന്ന തീക്കട്ട പോലെയാണ് ഇപ്പോൾ വന്ന് ഭവിച്ചിട്ടുള്ളത്. അതാണ് അയാളെ ദോഷകരമായി ബാധിക്കുന്ന പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ചെളിക്കകത്ത് കിടന്ന് കുഴഞ്ഞു പറഞ്ഞ പോലെ സാധാരണക്കാരന് തോന്നുള്ളൂ. ആത്യന്തികമായി സംഭവിക്കാൻ പോകുന്നത് CPM എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം കേരളത്തിൽ ഒരു പഴങ്കഥയായി മാറാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ തെളിവായിട്ട് വേണം നമ്മൾ ഈ സംഭവവികാസത്തെ കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്.